ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പ് മാവാണ്. ഞാനിവിടെ 2 കപ്പോളം ഗോതമ്പ് മാവ് എടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് 1 കപ്പോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ മാവിലോട്ട് ഡയറക്റ്റ് ഉപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് മാവിലോട്ട് ഡയറക്റ്റ് ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കുന്ന ടൈമിൽ ചെറിയൊരു പേടിയാണോ അല്ലേ. അപ്പോൾ അവർക്കുള്ളൊരു ചെറിയൊരു ടിപ്പാണ്, നമ്മളിതുപോലെ മാവ് കൊടുക്കാനായിട്ട് വെള്ളം എടുക്കുമല്ലോ, ആ ഒരു വെള്ളത്തിലോട്ട് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ സാധാരണ നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിതാ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ മാവ് ഇരിക്കാനായിട്ട്. നമ്മുടെ ചപ്പാത്തിക്ക് കൊടുക്കുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടി ഒന്ന് ലൂസാവണം. അപ്പോൾ ഈ ഒരു മാവ് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇതിനു വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ 1 കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്നാക്സിന് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.25 കപ്പോളം ശർക്കര എടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 കപ്പോളം എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിതൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഈ ശർക്കര ഉരുക്കിയെടുക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഞാനിത് ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മുടെ ശർക്കരയൊക്കെ മെൽറ്റായിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ടൈം തീ ഓഫ് ചെയ്യാൻ കാരണം നമുക്കറിയാം ശർക്കരയിൽ മണ്ണും കല്ലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം ഞാൻ തീ ഓഫ് ചെയ്യുന്നത്. നിങ്ങൾ എടുക്കുന്ന ശർക്കരയിൽ മണ്ണും കല്ലൊന്നും ഇല്ലയെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്ത് കുറുക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈം നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം ഞാനിത് ശർക്കരപ്പാനിയൊക്കെ അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അരിച്ചെടുത്തപ്പോൾ കിട്ടിയ വേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും കല്ലും മണ്ണും ഒക്കെ നമ്മുടെ ശർക്കരയിലുണ്ട്. അപ്പോൾ പുതുതായിട്ട് വാങ്ങുന്ന ശർക്കരയൊക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായും ഇതുപോലെ അരിച്ചെടുക്കണം. പിന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്കറിയാലോ ശർക്കരയിൽ കല്ലും മണ്ണൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്യാം. ഇപ്പം ഞാനിതാ ആ ഒരു ശർക്കരപ്പാനി വീണ്ടും അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം നമുക്ക് 2 ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ളി ചുക്കുപൊടി കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നില്ല, അതിൻ്റെ ഒരു കുത്തൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു തേങ്ങ നമുക്ക് ശർക്കരപ്പാനിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിത് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറുക്കിയെടുക്കണം. നമ്മൾ ഇട്ട് കൊടുത്ത തേങ്ങയും ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് നന്നായിട്ട് കുറുകി വരണം. ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത തേങ്ങയും ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട്
നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. അവസാനമായിട്ട് ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം പശുവിൻ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു പശുവിൻ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ നല്ലൊരു ടേസ്റ്റ് സ്മെല്ലുമാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ്ങിന്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വലിയവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ഫില്ലിങ് ലൈറ്റായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ മാവ് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ മാവ് പരത്തിയെടുക്കാനായിട്ട് ഞാനിത് ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യ് കൂടി പുരട്ടി കൊടുക്കുകയാണ്. ഒരു തുള്ളി നെയ്യ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ആ ഒരു മാവ് നമുക്ക് വേവിച്ച് കഴിയുമ്പോൾ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. മാത്രമല്ല നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. ആ ഒരു നെയ്യുടെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പം ഞാൻ നെയ്യൊക്കെ വാഴയിലയിൽ എല്ലായിടത്തും പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു മാവ് പരത്തിയെടുക്കുന്ന ടൈമിൽ അധികം കട്ടിയിൽ പരത്താൻ പാടില്ല കേട്ടോ. എന്നാൽ ഓവറായിട്ട് നൈസാവാനും പാടില്ല. ഇപ്പം ഞാനിത് കൈയൊന്ന് നനച്ചതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കുകയാണ്. ഗോതമ്പ് മാവ് ആയതുകൊണ്ട് തന്നെ കയ്യിലോട്ട് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. ഈ ഒരു ഇട നമ്മുടെ വൈകുന്നേരങ്ങളിലെ 4 മണി പലഹാരമായിട്ട് മാത്രമല്ല നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. രാവിലെ തന്നെ മധുരം എന്നൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഉറപ്പായി ഇഷ്ടപ്പെടും. പണ്ട് ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മയുടെ അമ്മ ഇതുപോലെ അടയൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ടായിരുന്നു കേട്ടോ. അന്ന് ആ ഒരു അടയ്ക്ക് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇപ്പം ഞാനത് പരത്തുമ്പോൾ എനിക്കതാണ് ഓർമ്മ വരുന്നത് കേട്ടോ. ഇപ്പം ഞാനിത് മാവൊക്കെ വാഴയിലോട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇതുപോലെ 1-2 ടേബിൾ സ്പൂണോളം ഫില്ലിങ്സ് എടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കാം. ഈ ഒരു ഫില്ലിങ്സിൻ്റെ അളവൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഇൻ കേസ് നിങ്ങൾ മധുരം കൂടുതലും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇല്ല മധുരം കുറവും മതിയെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോളം മതിയാവും. അപ്പോൾ ഞാൻ ആ സ്പൂൺ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ഇല നമുക്ക് 2ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ വേണം മടക്കി കൊടുക്കാനായിട്ട്. നമ്മൾ ഇതുപോലെ മടക്കിയതിന് ശേഷം ആ സൈഡ് ഭാഗമൊക്കെ കൈവച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിലോട്ട് ഫില്ലിങ്സ് ആയിട്ട് യൂസ് ചെയ്തത് ശർക്കര ആയതുകൊണ്ട് തന്നെ ശർക്കര കുക്ക് ചെയ്യുന്ന ടൈമിൽ മെൽറ്റ് ചെയ്തിട്ട് ലീക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു സ്റ്റീമർ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളമാക്കി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അട ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ അടയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഗോതമ്പ് മാവൊക്കെ വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്.
അപ്പോൾ ഇത് കഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആണ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.